യേശു ഇന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഉറപ്പ് കൊടുത്തു. ഉറപ്പിതാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിച്ചാൽ എന്ത് നിങ്ങൾ കിട്ടും. ഇത് പ്രാക്ടിക്കലി വന്നപ്പോൾ എത്രമാത്രം ശരിയായി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വെറുതെ ഇത്രയും കാലം ജീവിതത്തിനിടയിൽ നമുക്ക് കിട്ടിയതും കിട്ടാത്തതുമായ കാര്യങ്ങളൊന്ന് കണക്കൂട്ടി ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നതിനേയും എഴുതുന്നതിനേക്കാളും കിട്ടാത്തതാണ് കൂടുതലും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടാതെ പോയാൽ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകവയ്ക്കാതെ പോയ ഒത്തിരി പ്രാർത്ഥനകളുടെ കണക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും ക്രിസ്തു ഇത് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, എങ്ങനെ ശരിയാകും എന്നുള്ളൊരു ചോദ്യം കിടക്കുമ്പോൾ അതിൻ്റെ ഉത്തരം തൊട്ടു പിന്നാലെ ഉണ്ട്. ആ വാക്കിതാണ്, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരപ്പൻ നിങ്ങളെ സ്നേഹിക്കാനുണ്ട്. അപ്പൻ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ കിട്ടും. ആ അപ്പൻ അറിയാം എന്ത് തരണമെന്ന്. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന പലതും കൃത്യമായിരിക്കില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇതാണ് നല്ലതെന്ന്, പക്ഷെ അപ്പനറിയാം ഇതല്ല നല്ലതെന്ന്. അങ്ങനെ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് മക്കൾക്ക് ശരിയേത് തെറ്റേതെന്ന് കൃത്യമായി വിവേചിച്ച് നൽകും. ഒരു കുഞ്ഞുകുട്ടി ഒരു തീയിൽ വിരൽ വയ്ക്കാൻ പോകുമ്പോൾ ആ തീയുടെ സൗന്ദര്യത്തിലാണ് വിരൽ വയ്ക്കാൻ പോകുന്നത്. എന്നാൽ അത് പൊള്ളുമെന്ന് അപ്പനറിയാം. അതുകൊണ്ട് അപ്പൻ ആ കുഞ്ഞിനെ എടുത്ത് മാറ്റും. കുഞ്ഞ് കരഞ്ഞാലും അപ്പൻ ആ തീരെടുത്ത് വിടില്ല. ഇതുതന്നെയാണ് ഒരപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് സൗന്ദര്യമായി തോന്നുന്ന പലതിലും നമ്മൾ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ അത് തീയാണെന്നും തൊട്ടാൽ പൊള്ളുമെന്നും അപ്പൻ അറിയാവുന്നതുകൊണ്ട് എത്ര കരഞ്ഞാലും ചോദിച്ചാലും ചിലപ്പോൾ അത് തരില്ല. ഒരു കാര്യം ഓർത്തിരിക്കണം, ചോദിക്കാതെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി ചോദിച്ചിട്ടും കിട്ടാതെ പോയതിനെ ഓർത്ത് സന്തോഷിക്കുന്നതാണ്. കാര്യം എത്ര കരഞ്ഞിട്ടും കിട്ടാത്തതിലാണ് അവൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരുന്നത്. കാര്യം അത് നല്ലതിനായിരുന്നു, ശരിക്കായിരുന്നു, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.